നമസ്കാരം. ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ സുനിൽ പി ഇളയിടത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. ഇന്ത്യൻ മതനിരപേക്ഷത വീണ്ടെടുപ്പിൻ്റെ വഴി. ഇത് കേട്ടാൽ തോന്നും മതനിരപേക്ഷത എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഞാനിത് മുഴുവൻ പരതി നോക്കി, ഒരിടത്തും പറയുന്നില്ല. അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിയെ, അതുപോലെ ഇന്ത്യൻ ദേശീയതയെ. ആ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വ ദേശീയതയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെടുന്നു. ഒരു ഇസ്ലാമിക് ദേശീയതയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതാണ്, നമുക്കതൊരു അഭിമാനമാണ്. ഇതതുപോരാ, ഒരു ഹിന്ദുത്വ ദേശീയ അത് പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. നമ്മുടെ ലാറ്റിൻ അമേരിക്കയിലെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഇൻക, മയോ അല്ലെങ്കിൽ റെഡ് ഇന്ത്യൻ സംസ്കാരങ്ങളൊക്കെ നശിച്ചതുപോലെ ഇത് തൊലഞ്ഞു പോകേണ്ടതെന്നാണ്. അത് ദേശീയതയുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യം എന്താണ്? പിന്നെ അദ്ദേഹം വാദിക്കുന്ന മറ്റൊരു വാദം കൂടെ ഉണ്ട്. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഹിന്ദു ദേശീയതയാവുള്ളത് എന്നാണ്. അല്ല, ഇവിടെ ഇസ്ലാമിക് ദേശീയതയുണ്ട്. അങ്ങനെ ക്രിസ്തു മതത്തെപ്പറ്റി ദൈവാദിനം പോലെ ദോഷമൊന്നും പറയുന്നില്ല പുള്ളി. ഇതെല്ലാം ഇവിടെ ഉണ്ട്, പണ്ടേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ കാലത്തോട്ട് 5000 വർഷം ഇസ്ലാം അറേബ്യയിൽ പിറക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംസ്കാരം ഇവിടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇദ്ദേഹത്തിന് സുനിൽ പി ഇളയിടം എന്നാണോ വെളിവ് നഷ്ടപ്പെട്ട ആളെന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന് വ്യാജ PhD ആണ് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ചരിത്രങ്ങളിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ ആഴയാത്ര എന്ന് പറയേണ്ടി വരും. എന്തോന്നു മാഷ് ഇത് കേട്ടിട്ട്? നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ എന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിലെ ഇടതുപക്ഷത്തിന് വിടുപണി ചെയ്യുന്ന, അവരുടെ കലം തേച്ച് കഴുകുക, ചട്ടി വൃത്തിയാക്കുക എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പരിപാടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഹിന്ദുത്വത്തോട് യാതൊരു സന്ധിയുമില്ല എന്ന് പറയുന്നൊരു വാചകം കേട്ടു. ഹിന്ദുത്വം എന്താ ഇങ്ങനെ പിടിച്ച് വിഴുങ്ങിയോ? ഇങ്ങനെ ഹിന്ദുത്വത്തിന്റെ ഭാഗമായി ഉള്ള പൈതൃകത്തിൽ പിറന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഹിന്ദുത്വത്തിൽ പിറന്നതുകൊണ്ട് എന്ത് ദോഷമുണ്ടായി? ഹിന്ദുത്വം ഈ ലോകത്തുള്ള ഏതൊരു രാജ്യത്തെ ചെന്ന് ആക്രമിച്ചിട്ടുണ്ട്. ഹിന്ദുത്വം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങോട്ട് ക്രിസ്ത്യാനി വന്നു, മുസ്ലിം വന്നു, ജൂതൻ വന്നു, സിഖുണ്ടായി, ജൈനനുണ്ടായി, ബുദ്ധനുണ്ടായി. അങ്ങനെ ഉണ്ടാകാവുന്നതും വന്നതുമായ എല്ലാത്തിനെയും ആശ്ലേഷിച്ചൊരു മതം. ആ മതത്തിന് വന്നവരെല്ലാം പരിക്കേൽപ്പിച്ചിട്ടും ഇന്നും ഇപ്പൊ ഇന്നത്തെ പത്രത്തിലുള്ളൊരു വാർത്ത പറയാം. അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മത പരിവർത്തനം നിരോധിക്കുന്ന ഒരു ഉത്തരവുണ്ടായതിനെതിരെ ക്രിസ്ത്യൻ സംഘടനകൾ കോടതിയിൽ പോയിരിക്കുകയാണ്. ആ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. ക്രിസ്ത്യൻ സംഘടനകൾ പറയുന്നു ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നില്ലെന്ന് പറയുന്നു. പക്ഷെ മതപരിവർത്തനത്തിന് എതിർക്കാൻ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരതിനെ ചോദ്യം ചെയ്യുകയും. ഈ ഇരട്ടത്താപ്പാണ് ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം ഉള്ളിലുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ജീവിച്ചു പോകണമെങ്കിൽ ഈ പറയുന്ന സനാതന ധർമ്മത്തെ കുറ്റം പറഞ്ഞാൽ കുറച്ച് മൈലേജ് കിട്ടും. കാരണം ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന ഒരു ക്ലീഷയുണ്ടല്ലോ ഇവിടെ. ആ സാധനമില്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലീഷയുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കളി. മാഷിനൊരു കാര്യം അറിയാം. അയർലൻഡ് എന്ന് പറഞ്ഞൊരു ക്രിസ്തീയ രാജ്യമുണ്ട്. ക്രിസ്തീയ രാജ്യമാണത്. അവിടെ ജോർജ് ബേണാർഡ് ഷാ, നമ്മൾ അറിയപ്പെടുന്ന ബുദ്ധിജീവികളൊക്കെ ജനിച്ച ഒരു രാജ്യമാണ്. അതുപോലെ ഉളീസസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ കൃതി എഴുതിയ ഉളീസസ് എഴുതിയ ജെയിംസ് ജോയ്സ്, അതുപോലെ തന്നെ WB യെയ്റ്റ്സ് എന്ന് പറഞ്ഞ ഇന്ത്യ കേരളത്തിൽ സന്ദർശനം നടത്തുക, ബൈസാൻഷ്യം എന്ന് പറയുന്ന കൃതിയൊക്കെ എഴുതിയ ലോകത്തെ ഏറ്റവും വലിയ കവികളിൽ ഒരാൾ WB യെയ്റ്റ്സ്. ഇവരൊക്കെ ജീവിച്ചിരുന്ന ആ അയർലൻഡിലെ അതൊന്നൊരു സ്വതന്ത്ര രാജ്യമാണ്. ആ രാജ്യത്ത് ക്രിസ്ത്യാനികളെ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു കരോൾ പോലും നടത്തപ്പെടാറില്ല. എന്താ കാരണം? ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് അത് ദോഷമുണ്ടാക്കും, മുഴുവൻ ക്രിസ്ത്യാനികളായിട്ടും. രണ്ടാമത്തെ കാര്യം, അവിടെ കേരളത്തിൽ നിന്ന് പോയ ക്രിസ്ത്യാനികളെല്ലാം കൂടെ അവിടെ ഒരു കരോൾ സംഘടിപ്പിച്ചു, വലിയ ബഹളം. കേരളത്തിന്റെ രീതി ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോയി. ആ കരോൾ വന്നപ്പോൾ ഉണ്ടല്ലോ, നാട്ടുകാര് ഐറിഷ് പൗരന്മാരെല്ലാം കൂടി, പൗരബോധമുള്ളവരെല്ലാം കൂടി ഇറങ്ങി അങ്ങോട്ട് ചെന്ന് ആടി കൊടുത്ത് നിരപ്പാക്കി. കാരണം നമ്മുടെ പ്രൈവസി, നമ്മുടെ സ്വൈര ജീവിതം, നമ്മുടെ ശബ്ദരഹിതമായ ഡെസിബൽസ് ഇല്ലാത്ത ആ ജീവിതത്തിന് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അവരുടെ സംസ്കാരത്തിൽപ്പെട്ടതല്ല. ഓരോ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ആഘോഷങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടും. അതുപോലെ അവിടെ പിന്നെ മസ്ജിദുകളൊന്നുമില്ലായിരുന്നു. അടുത്ത കാലത്തൊരു മസ്ജിദ് വന്നു, പക്ഷെ വാങ്ക് വിളിക്കാൻ അനുവാദമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഉള്ളിൽ പ്രാർത്ഥിച്ചോളൂ, പള്ളിക്കകത്ത് കേൾക്കുന്ന ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. ഇങ്ങനെ വലിയ മൈക്ക് വെച്ച്, ഹൈ ഡെസിബൽ മൈക്ക് വെച്ചിട്ട് നാട്ടുകാർക്കെല്ലാം ശല്യം ചെയ്യുന്ന രീതിയിൽ 5 നേരം നിങ്ങൾ നിസ്കരിക്കാൻ നേരത്ത് വാങ്ക് വിളിക്കുന്ന പരിപാടി അവിടെ ഇല്ല.
ആർക്കും ഒരു പരാതിയില്ലല്ലോ. എന്താ അയർലൻഡ് മതേതര രാജ്യമായിട്ട് എന്നിട്ടും അറിയപ്പെടുന്നത്? പള്ളി അവർ വെച്ചത് ആ കണ്ടീഷൻ ആദ്യമേ അംഗീകരിച്ചുകൊണ്ടാണ് പള്ളി വെക്കാൻ പെർമിഷൻ തന്നെ അവർക്ക് കിട്ടിയത്. അതെ, ഇന്ത്യ മതേതര രാജ്യമല്ല എന്ന് പറയുന്നവർ എവിടെയോ കരവള് മുഴുവപ്പോൾ ആളുകൾക്ക് ശല്യമായിട്ട് തോന്നി. തന്നെയല്ല, പള്ളിയുടെ വകയായിട്ട് അംഗീകാരമില്ലാത്ത പിള്ളേർ സംഘങ്ങൾ ചിലപ്പോൾ മയക്കുമരുന്നും കള്ളും കുടിച്ചുകൊണ്ടായിരിക്കും നടത്തിയപ്പോൾ സ്വൈര്യവും നടന്നപ്പോൾ എന്താ ഇതിങ്ങനെ വെള്ളം ഉണ്ടാക്കുന്നത് ഒന്ന് ചോദിച്ചു. അതാകുമ്പോൾ മതേതരം അങ്ങ് അപകടത്തിലായി എന്ന് പറയുകയാണ് കുറേ ആൾക്കാർ ചേർന്നിട്ട്. ഇവിടെ തന്നെയാണ് അബ്ദുള്ള പറഞ്ഞത്. അദ്ദേഹം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകനാണ്, വിശ്വാസിയുമാണ്. അദ്ദേഹം പറഞ്ഞത് ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇന്ത്യയിലാണ്. 40 വർഷക്കാലം സൗദി അറേബ്യ ജീവിച്ച ആളാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് വാങ്ങി വിളിക്കാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം, യാതൊരു പ്രശ്നമില്ല. സൗദി നിങ്ങൾക്ക് പിന്നെ ഹജ്ജ് യാത്ര ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് സഹായം കൊടുക്കുന്നു. ഹിന്ദുക്കൾക്ക് ഒരു എതിർപ്പുമില്ലാതെ അതവർ സഹിക്കുന്നു. അവരുടെ മഹാമാഘ മഹോത്സവം നടത്തുമ്പോൾ 5 പൈസ പോലും കൊടുക്കാതെ അവർ സ്വന്തം ചെലവിൽ നടത്തുന്നു. അപ്പോൾ ഒരു പരാതിയും പരിവവുമില്ല. എന്നിട്ട് മുസ്ലിം സമുദായത്തിന് ജാതീയ സംവരണമാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പ്രത്യേകമായിട്ട് OBCയുടെ സംവരണം കൊടുക്കുന്നു. ഇതെല്ലാം സഹിക്കുന്നത് മതനിരപേക്ഷത അല്ലെങ്കിൽ പിന്നെ എന്തുവാടോ സുനിൽ ഇളയിടവേ? താൻ എന്തുവാ പറയുന്നത്? താൻ കണ്ടിട്ടില്ല. അതുപോലെ വിഭജന കാലത്ത് താൻ ഈ പറയുന്ന മതനിരപേക്ഷത ഉണ്ടായിരുന്നെങ്കിൽ ജവഹർലാൽ നെഹ്റു ചെയ്യേണ്ടിയിരുന്നത് മുഹമ്മദ് അലി ജിന്നയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുകയായിരുന്നു. ഒരു ചോരപ്പുഴയുടെ ഒഴുകത്തിലായിരുന്നു. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തനിക്ക് പ്രധാനമന്ത്രിയാവാൻ തൻ്റെ കുടുംബത്തിലെ പരമ്പരകൾക്കും ആ പദം അലങ്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത കൊണ്ട് ചെയ്ത ആ പ്രവൃത്തിയാണ് പ്രധാനമന്ത്രി പദത്തിൽ ഏറുക. അദ്ദേഹത്തെ പിടിച്ചിരുത്തിയതാണ് കുഴപ്പത്തിന് കാരണം. മുഹമ്മദ് അലി ജിന്നയെ അവിടെ ഇരുത്തെങ്കിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം ശരിക്കും ഒരു മതേതരനായിരുന്നു. അദ്ദേഹത്തെ മതഭ്രാന്തനാക്കിയത് ആരാണ്? അലി സഹോദരന്മാര് പാകിസ്ഥാൻ വേണമെന്നും അലി സഹോദരന്മാരെ കൂട്ടുപിടിച്ചു മഹാത്മാഗാന്ധി. എന്താ ഖിലാഫത്തെന്നും പറഞ്ഞ് അവരെയും കൂട്ടുപിടിച്ചു. അതിന്റെ ഫലമാണ് മാപ്പിള ലഹള എന്നും പറഞ്ഞ് നമ്മുടെ പൗരന്മാരെ അനുഭവിക്കാനിടയാക്കിയത്. മനസ്സിലായില്ലേ? അതിന്റെ ഫലം അപ്പോഴേ ജിന്ന പറഞ്ഞു ഇവന്മാർ അപകടകാരികളാണ്. സത്യം പറഞ്ഞു അദ്ദേഹം. ഇവന്മാരെ കൂട്ടുകൂടരുത് മഹാത്മാഗാന്ധി, ഇവരെ ഗ്ലോറിഫൈ ചെയ്യരുത്. മഹാത്മാഗാന്ധി ഇത് കേട്ടില്ല. അവരെയും തോളിലിട്ട് വെച്ചുകൊണ്ട് നടന്നു, അവരെ വിശ്വസിച്ചു മഹാത്മാഗാന്ധി. പക്ഷേ നിങ്ങൾ വേറെ രാജ്യം ആവശ്യപ്പെടരുതെന്ന് പറഞ്ഞപ്പോൾ നിർണായക നിമിഷത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം. ചതിച്ചു, പിറകിൽ നിന്ന് കുത്തി. ഹിന്ദുക്കൾ കേട്ടു. എപ്പോഴും മഹാത്മാഗാന്ധി പറയുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് അനുസരിച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിഭാഗമല്ല. അവരനുസരിച്ചു, പക്ഷേ അവരനുഭവിച്ചു. മഹാത്മാഗാന്ധിയുടെ അവസാന കാലത്തെ നിരാഹാര സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? അത് പൈസ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പള്ളിയിൽ അഭയം തേടി ഇന്ത്യയിലെ പള്ളിയിൽ ഗതികിട്ട ആൾക്കാര് ബയനറ്റ് വെച്ച് ഗർഭിണികളുടെ വയറിൽ കുത്തി കുട്ടികളെ പുറത്തെടുത്ത് അവർ പോലും ജീവിക്കരുതെന്ന് പറഞ്ഞ ആ നൃശംസമായ ക്രൂരതകൾ കാണിച്ചപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വന്നു. താമസിക്കാൻ ഒരു ഏർപ്പാടും ചെയ്തിരുന്നില്ല മതേതരനായ ജവഹർലാൽ നെഹ്റു. അവർ കണ്ടപ്പോൾ ഒരു പള്ളിയുണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു, നായ്ക്കൾ കയറുന്നത് പോലെ അവർ അതിനകത്ത് കയറി ഗതികെട്ട് പള്ളിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാണ് അവസാനത്തെ നിരാഹാരം. നിങ്ങൾ പോയി ചത്തോളൂ. മഹാത്മാഗാന്ധി ഋഷിതുല്യനാണ്. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ കൊച്ചു കുട്ടികളുണ്ട്, 4-5 വയസ്സുള്ള ഗതികെട്ട കുട്ടികൾ. ഈ നാഥുറാം വിനോദ് ഗോഡ്സെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗോഡ്സെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം ചെയ്തത് ക്രൂരമായ തെറ്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം കൊന്നത് ഒരു മുസ്ലിമിനെ അല്ല, ഹിന്ദുവിനെ തന്നെയാണ് കൊന്നത്. അത് വർഗീയതയല്ല. അദ്ദേഹത്തിന്റെ വിഷമവും കൊണ്ട് ഈ കൊച്ചുകുട്ടികളുടെ കണ്ണീര് കണ്ടാൽ ആരുടെയും ചങ്ക് പൊട്ടും, സമനില തെറ്റിപ്പോവും. ഈ കൊച്ചുകുട്ടികൾ ഒരു ഗതിയുമില്ലാതെ മരണത്തിലേക്ക് നടക്കുന്ന, ഈ കമ്പം മേട്ടിക്കൂടെ കൊണ്ടുവരുന്ന ഇതുണ്ടല്ലോ, 4 കാലി മൃഗങ്ങളെ പോലെ മരണത്തിലേക്ക് പദയാത്ര നടത്തുന്ന മൃഗങ്ങളെ പോലെ കുട്ടികളെയും കൊണ്ടുപോയപ്പോൾ ആ വിഷമം കൊണ്ട് അദ്ദേഹം ചെയ്തു പോയി. ഇത്രമാത്രം ദയ എന്ന് പറയുന്നത് കൂടുതലായാലും അതൊരു ക്രൂരതയാണ്. പക്ഷേ ആ ക്രൂരതയാണ് ഇന്ത്യക്കാരെന്ന് അനുഭവിച്ചത്. നമ്മുടെ ആരുടെയും ബന്ധുക്കളാരും പോയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ചങ്ക് പുകയില്ല, പിടയില്ല. സുനിൽ പി ഇളയിടത്തിൻ്റെയും ചങ്ക് പുകയില്ല. അയാൾ ഈ പുൽവാമയിൽ നടന്ന തീവ്രവാദത്തെക്കുറിച്ച് ഒരു വാക്കുപോലും നൈജീരിയയിൽ, യമനിൽ ഒക്കെ നടക്കുന്ന ദൃഷ്ടിയാണ്, ദീർഘദൃഷ്ടിയില്ല ഇവർക്കില്ല. ഹിന്ദുക്കളെ എല്ലാം ഇതില്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടെ മതേതരത്വം വരും. സുനിൽ പി വെളിയട വിസർജനം നിർത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, ഇന്ത്യയുടെ ഭാഗമായിട്ട്. അവിടെ ഇരുന്ന് ഈ വിസർജനം നടത്തരുത്. അതാണ് നിങ്ങൾ മാതൃഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ നാറ്റമുണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ
നിങ്ങളൊരു തീവ്രവാദിയാണെന്നതിന് ബലം വയ്ക്കുന്ന തിടം വയ്ക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക നായകളെല്ലാം ഏകദേശം ഇങ്ങനെ തന്നെയാണ്. അവർക്ക് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ അവർ ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുന്നു. സനാതന ധർമ്മം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്നതാണെന്ന് ആ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കറിയാം. എല്ലാ ഇതിഹാസങ്ങളിലും മറ്റൊരു മതത്തെയും നിന്ദിച്ച് പറഞ്ഞില്ല, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ വസുദൈവ കുടുംബകം എന്നൊരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. ഇപ്പൊ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി, ഇദ്ദേഹത്തിന്റെ ഒരു ഭയമാണല്ലോ ഹിന്ദു രാഷ്ട്രമായെന്ന് വിചാരിക്കുക. ഹിന്ദു രാഷ്ട്രമായാൽ ഹിന്ദുവിന്റെ തത്വം എന്താണ്? അത് തത്വമസി എന്ന് പറയുന്ന പോലെ നീ വസുദൈവ കുടുംബകം ആണ്. അപ്പൊ അല്ല മാഷി, വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഋഷിപ്രോക്തമായിട്ടുള്ള ഒന്നാണ് അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ് ദൈവം. അതുകൊണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആളിനെ ശത്രുവായിട്ട് കാണുന്നില്ല, അവനും ദൈവമാണ്. നമ്മൾ വേറൊരു മതത്തിൽപ്പെട്ടവൻ കാഫിറായിട്ട് കാണുന്നില്ല. കാരണം എന്താ? അവനും ദൈവമാണ്, ദൈവത്തിൻ്റെ അംശമാണ്. ഇതെല്ലാം കൂടെ ചേർന്ന വലിയൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്ന പുഴുക്കളും ഈച്ചകളും നമ്മളുമെല്ലാം. അല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും എല്ലാ കാര്യങ്ങളെയും ഒന്നായിട്ട് കാണുന്നത് പ്രപഞ്ച സങ്കല്പത്തിലുള്ളതാണ് ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത്. സുനിൽ ഇളയിടത്തിനെ പോലുള്ള ആൾക്കാരുടെ പ്രഭാഷണം ഞാൻ നേരത്തെ കേൾക്കുമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒരു സാമാന്യ യുക്തിക്കപ്പുറം ചിന്തിക്കുന്ന ഒരാൾക്ക് അത് വളരെ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷെ ആ സ്റ്റാൻഡേർഡിൽ ചിന്തിക്കുന്നവർക്ക് അത് ഭയങ്കര മികച്ച കാര്യമായിട്ട് തോന്നും കേട്ടോ. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിൽ ദഹിക്കാൻ പറ്റുന്ന ഹിന്ദു വിരുദ്ധതയുടെ അടയാളമാണ്. ഹിന്ദു വിരുദ്ധതയാണ് അവർ മതേതരത്വമായിട്ട് ഘോഷിച്ചു നടക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നതിന് മതേതരത്വമായിട്ട് ആഘോഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതിൻ്റെ അതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് മാതൃഭൂമിയും. ഇവരുടെയൊക്കെ തൂലികയല്ല അവരുടെ കയ്യിലിരിക്കുന്നത് ഹിന്ദുത്വത്തിനെതിരെ വെച്ചിരിക്കുന്ന, ഹൈന്ദവീകതയ്ക്കെതിരെ വെച്ചിരിക്കുന്ന കത്തിയുടെ തിളക്കമാണ് അവരുടെ കൈകളിലുള്ളത്. അതിൻ്റെ തിളക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിന്ദു എന്ന് പറയുന്നത് അറവുശാലയിൽ കൊണ്ടുപോയി അറക്കാനുള്ളൊരു പശുവാണ്. അതാണ് അതിൻ്റെ സംസ്കാരം. അതിൻ്റെ ഗോമാംസം കഴിക്കാൻ, ബീഫ് ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൃഗമായിട്ടാണ് അവർ കാണുന്നത്. അതാണ് എന്തും. ഈ ജന്തുവിനെ കൊല്ലരുതെന്ന് പറയുന്ന ഹിന്ദു സങ്കല്പം, ഒന്നിനെയും കൊല്ലരുതെന്ന് പറയുന്ന ഹിന്ദു സങ്കല്പത്തെക്കാൾ ഉദാത്തമായി ഇന്ന് ഈ ലോകത്ത് മറ്റൊരു സങ്കല്പമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പക്ഷെ അതൊക്കെ പഠിക്കണമെങ്കിൽ സുനിൽ പി ഇളയിടം കുറേയൊക്കെ ജനിച്ച് മരിച്ച് വീണ്ടും പല ജന്മങ്ങളെടുത്ത് ഒരു ഉത്തമ മനുഷ്യനായിട്ട് പുനർജന്മത്തിലേക്ക് വരുമ്പോഴേ ആ വ്യക്തിയെ ഞാൻ അദ്ദേഹം എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ വ്യക്തിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. തീവ്രവാദിയുടെ മനസ്സാണ്. ഹിന്ദു വിരുദ്ധത കൊണ്ട് തീവ്രവാദിയായിട്ടുള്ള നാഥുറാം വിനായക ഗോഡ്സേക്കാൾ ഒട്ടും ശുദ്ധനല്ലാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് മാത്രമേ എനിക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.